സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി റബ്ബിനോട് ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. ഇത് പറയേണ്ട സന്ദർഭം ഉമർ തങ്ങൾ അവിടുത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂ ശഹ്മ തങ്ങൾ അവിടുന്ന് ഉമർ തങ്ങളോട് പറഞ്ഞു, ഉപ്പാ എനിക്ക് മാപ്പ് തരുമോ? ഉമർ തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, നീതിയുടെ പടവാളാണ് ഉമർ തങ്ങൾ. ഇല്ല, എന്റെ മോനാണെങ്കിലും എന്നോട് ബന്ധപ്പെട്ട ആരാണെങ്കിലും ശരി, നീതി വിട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ അബൂ ശഹ്മ തങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അബൂ ശഹ്മ തങ്ങൾ പറഞ്ഞു, ഉപ്പാ ആ ജനങ്ങൾക്കിടയിൽ കൊണ്ടുപോയി എന്നെ വഷളാക്കരുതേ. അങ്ങയുടെ കയ്യിൽ വാളുണ്ടല്ലോ, ആ വാള് കൊണ്ട് എന്നെ കഷ്ണമാക്കിക്കോളൂ, എങ്കിലും ആ ജനങ്ങളുടെ അരികിലേക്ക് എന്നെ കൊണ്ടുപോകരുതേ. ഉമർ തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിന്റെ നിയമം അതല്ല. വ്യഭിചാരം സംഭവിച്ചു പോയാൽ, അതല്ലെങ്കിൽ മദ്യപിച്ചു പോയാൽ അതിന് ഇസ്ലാം പരിശുദ്ധമായ ഖുർആൻ മുത്തുനബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദ്ദുണ്ട്. അതിന് വേണ്ട ശിക്ഷാ നടപടിയുണ്ട്. അത് കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അവരെ 100 അടി അടിക്കുകയും നാട് കടത്തലുമാണെങ്കിൽ കല്യാണം കഴിച്ചവരെ എറിഞ്ഞു കൊല്ലലാണെന്ന് നമ്മളൊക്കെ പഠിച്ചതാണല്ലോ. അതാണല്ലോ ഇസ്ലാമിന്റെ വിധി. അത് തന്നെ ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ടാണല്ലോ ചെയ്യേണ്ടത്. കാരണം മറ്റുള്ള ജനങ്ങൾ ഇത് കണ്ട് ഇനി അതുപോലെയുള്ള തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് നിയമമാക്കിയിട്ടുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ഉമർ തങ്ങളെ സമ്മതിച്ചില്ല, കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട അബൂ ശഹ്മ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോവുകയാണ്. ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് ജനങ്ങളുടെ മുന്നിൽ വെച്ച് പറയുന്നു, ഈ സ്ത്രീ പറഞ്ഞത് സത്യമാണ്, അബൂ ശഹ്മ അത് സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ അടിമയായ അഫ്ലഹിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അഫ്ലഹേ, നിങ്ങൾ ചാട്ടവാറെടുത്തോളൂ, എന്റെ പൊന്നുമോനെ അടിച്ചോളൂ, 100 അടി അടിച്ചോളൂ എന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ അതാ ജനങ്ങളുടെ മുന്നിലേക്ക് അബൂ ശഹ്മ റളിയല്ലാഹു അൻഹുവിനെ ഇട്ടുകൊടുക്കുന്നു. ബഹുമാനപ്പെട്ട അഫ്ലഹ് എന്ന് പറയുന്ന ആ അടിമ പറഞ്ഞു, എനിക്ക് കഴിയില്ല തങ്ങളെ, തങ്ങളുടെ മോനെ അടിക്കാൻ. ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളിപ്പോ എന്നെ വഴിപ്പെടുന്നത് റബ്ബിനെയും മുത്ത് റസൂലുള്ളാഹിനെയും വഴിപ്പെടുന്നതിന് തുല്യമാണ്. കാരണം മുത്തുനബിക്ക് പകരമായി